നമസ്കാരം, സനീർ പാറപ്പാടനാണ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സനീർ പാറപ്പാടൻ. ഇന്ന് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചായക്കടകളിലൊക്കെ ചില നാടൻ ചായക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ല, ബ്രെഡ് പൊരിച്ച് വെച്ചേക്കുന്നത്, നല്ല മഞ്ഞ കളറിൽ ബ്രെഡ് പൊരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതുപോലെ ബ്രെഡ് ഒന്ന് പൊരിച്ച് വയ്ക്കാമല്ലോ. അപ്പോൾ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു, അതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ഇട്ടു, കുറച്ച് എള്ളിട്ടു, അതിനുശേഷം ഏകദേശം ഒരു 250 ഗ്രാം മൈദ ചേർത്തു. നമുക്ക് കളറിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ടേസ്റ്റ് ടു സാൾട്ട് എന്നാണല്ലോ, അങ്ങനെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓവർ ലൂസല്ല, നല്ല കട്ടിയല്ല, ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിനുള്ള നല്ലൊരു രീതിക്കുള്ളൊരു ബാറ്ററാണ് തയ്യാറാക്കി വെക്കുന്നത്. ബാറ്റർ തയ്യാറാക്കി ഒരു 10 മിനിറ്റ് നേരം നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു 12 പീസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. 12 പീസ് ബ്രെഡിനുള്ള ഒരു ബാറ്ററാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ബാറ്റർ അവിടെ തയ്യാറാക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ആവശ്യമായ ഓയിൽ വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയിൽ നമുക്ക് ചെയ്യാം, പക്ഷെ നമ്മളുടെ എളുപ്പത്തിന് സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് സൺഫ്ലവർ ഒഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിവിടെ അടുപ്പത്ത് കുറച്ച് പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചായ തിളപ്പിക്കുന്നതിന് വേണ്ടി. പാലൊന്ന് പതഞ്ഞ് വന്നു തുടങ്ങിയപ്പോഴേക്കും ഞാൻ അതിനകത്തേക്ക് ആവശ്യമായ തേയില ഇട്ട് കൊടുത്തു. പഞ്ചസാര ഞാൻ ആദ്യം തന്നെ ഇട്ടിരുന്നു, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. വിത്തൗട്ട് ചായ അല്ലാട്ട് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്ന് ചായ റെഡിയായ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ മേളിലുള്ള പാടെ ഒന്ന് വെട്ടിക്കളയുക എന്ന് പറയും. അത് നമ്മളിങ്ങനെ വെട്ടിക്കളയുക എന്നാണ് പറയുന്നത്. അതൊന്ന് പാടെ ഒന്ന് മാറ്റിയെടുക്കുക, കാരണം അരിപ്പയിലേക്ക് അഴിക്കുമ്പോൾ ആ പാടൽ തടസ്സമാകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ചായ റെഡിയാക്കി ഞാനിവിടെ ഫ്ലാസ്കിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് ചായ മാറ്റി വെച്ച് അപ്പോഴേക്കും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായി വന്ന എണ്ണയുടെ ചൂട് എത്രത്തോളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് എന്തോരം ചൂട് നന്നായിട്ട് നമുക്ക് ആവശ്യമായ പരുവത്തിനായെന്ന് അറിയാൻ വേണ്ടി ആ ബാറ്ററിൻ്റെ തന്നെ 2 തുള്ളി ചാടിച്ച് നോക്കി. അത് പെട്ടെന്ന് തന്നെ കോമളച്ച് മുകളിലേക്ക് പൊങ്ങി വന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ എണ്ണ ആവശ്യത്തിനുള്ള ചൂടായിട്ടുണ്ടെന്ന്. ഓവർ ചൂടിൽ ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം തന്നെ നമ്മളിതിനകത്ത് പഞ്ചസാര ചേർത്തേക്കുന്നത് കൊണ്ട് ഓവർ ഹീറ്റായ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ബ്രെഡിൻ്റെ കളർ ഒരു ബ്രൗൺ കളറായി. നമുക്കിവിടെ ഒരു യെല്ലോ കളറാണ് വേണ്ടത്. ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കരിഞ്ഞു പോയ ഒരു ഫീലായി പോകും. അപ്പോൾ ഏകദേശം നമ്മളത് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 2 പീസ് നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ 2 പീസ് റെഡി ആയത് ഞാനിവിടെ കോരി മാറ്റുകയാണ്. നമ്മൾ അരിപ്പ പാത്രത്തിലേക്ക് കോരി മാറ്റി. ഇനി ബാക്കിയുള്ള 10 പീസും കൂടെ ഉണ്ട്, അതും കൂടെ പൊരിച്ചതിന് ശേഷം കാണാം. അപ്പോൾ ഏകദേശം നമ്മുടെ ബാക്കിയുള്ള പീസുകളെല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ 2 പീസ് ബ്രെഡും കൂടെയാണ് ഇനി എണ്ണയിലേക്ക് ഇടാനുള്ളത്. അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ബ്രെഡ് പൊരിക്കൽ ഏകദേശം കഴിയുകയാണ്. നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. തൊട്ട് ചേർന്ന് എന്താ ആവി പറക്കണ പുക വരുന്ന എന്താണെന്ന് ചിന്തിക്കേണ്ട. മഴയാണ്, തണുപ്പാണ്, ചെറിയ ഈച്ചശല്യം ഉള്ളതുകൊണ്ട് ചന്ദനത്തിൽ കത്തിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ 2 പീസ് ബ്രെഡും കൂടെ നമ്മൾ മുക്കി പൊരിച്ച് മാറ്റിയത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന നല്ല ചൂടൻ ചായ, ആവി പറക്കുന്ന ചായ കൂടി നമ്മളിതിൻ്റെ കൂടെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രെഡ് പൊരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് സനീർ പാറപ്പാടൻ.